ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 368 ആണ് അമെന്റ്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 368 അനുസരിച്ചിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് അവതരിപ്പിക്കാനായി സാധിക്കൂ. അതൊരു പ്രൈവറ്റ് മെമ്പറിനോ മിനിസ്റ്ററിനോ അമെന്റ്മെന്റ് ബിൽ കൊണ്ടുവരാമെന്ന്. ഈ ഒരു അമെന്റ്മെന്റ് ബില്ലിന് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രയർ കൺസേൺഡിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് പാസ്സാവണമെങ്കിൽ രണ്ട് സഭകളിലും സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി വേണം ആ ബില്ല് പാസ്സാകാൻ. ആ ബില്ല് അത് ജോയിന്റ് സിറ്റിംഗിൽ വിളിക്കാനുള്ള അധികാരം ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൊണ്ടുവരുന്ന ആ ബില്ലിൽ ഫെഡറൽ സിസ്റ്റത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് 50% സ്റ്റേറ്റുകളുടെ റാറ്റിഫിക്കേഷൻ ആവശ്യം. ആ ബില്ല് രണ്ട് സഭയിലും പാസ്സായി കഴിഞ്ഞാൽ അത് നേരെ പ്രസിഡന്റിന്റെ അസന്റിനേക്ക് അയക്കുക എന്നുള്ളതാണ്. ആ അസന്റ് വിത്ത് ഹോൾഡ് ചെയ്യാനോ ആ ബില്ല് റിട്ടേൺ ചെയ്യാനോ പ്രസിഡന്റിന് അധികാരമില്ല. ഇത് 2024 സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിനേഷന്റെ ചോദ്യങ്ങളിൽ ഒന്ന്.